1225 ഗോതിക് ആർക്കിടെക്ചർ അനുസരിച്ച് ജർമ്മനിയിൽ പണിത സെൻറ്റ് കാതറിൻ ചർച്ചിൻ്റെ അൾത്താരയ്ക്ക് മുന്നിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഏകദേശം 235 വർഷമെടുത്തു ഈ പള്ളി പണി പൂർത്തിയാക്കാൻ. നിർഭാഗ്യവശാൽ ഒരു വൻ തീപിടുത്തത്തിൽ ഈ പള്ളി പൂർണ്ണമായിട്ട് നശിക്കുകയും വീണ്ടും 22 വർഷത്തോളം എടുത്ത് ഇത് പുനർനിർമ്മിക്കുകയും ഇന്നത്തെ ഈ സ്ഥിതിയിൽ ഇതാക്കി തീർക്കുകയും ചെയ്തു. ഇതിൻ്റെ ചില ദൃശ്യങ്ങൾ, അതിമനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. വിവിധ പൈപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പള്ളിയിലെ ഓർഗൻ അതിൻ്റെ വലിപ്പത്തിനും ശക്തവും ശുദ്ധവുമായ ശബ്ദഗുണത്തിനും സൂക്ഷ്മവും കലാപരവുമായ നിർമ്മിതിക്കും പ്രശസ്തമാണ്. ഇതിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതം ഒരു പ്രത്യേക ആത്മീയ അനുഭവം നൽകുന്നു. അതിമനോഹരമായ സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകൾ ഇതിൻ്റെ പ്രധാന ആകർഷണതകളിൽ ഒന്നാണ്. പട്ടണത്തിൻ്റെ ഉയർന്ന ഭാഗത്ത് നിലകൊള്ളുന്നതിനാൽ ഓപ്പൺഹൈമിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ പള്ളി കാണാവുന്നതാണ്. ചരിത്രം, വാസ്തുശില്പം, ആത്മീയത, സംഗീതം ഇവയെല്ലാം ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഈ ദേവാലയം ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകവും ഓപ്പൺഹൈമിൻ്റെ അഭിമാനവുമാണ്. ഓരോ ഇഷ്ടികയും ഓരോ ശില്പവും ആ നഗരത്തിൻ്റെ ഓർമ്മകളെ എന്നും കാത്തു സൂക്ഷിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലെ നാശനഷ്ടങ്ങൾക്ക് ശേഷം പുനർനിർമ്മിച്ച ഇത് പഴയതിൻ്റെ ആത്മാവും പുതിയതിൻ്റെ കരുത്തും ചേർന്ന് ജർമ്മനിയിലെ ഒരു ആശ്ചര്യ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. For more innovative ideas around us, stay tuned and subscribe to our channel.